ഹലോ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓണം സെലിബ്രേഷൻ്റെ വിശേഷങ്ങളും പിന്നെ ഒരു ട്രിപ്പ് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള പാക്കിങ്ങൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ട്രിപ്പ് പോകുന്ന ആ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ കബിനി ഫോറസ്റ്റിന് അടുത്തുള്ള ഒരു റിസോർട്ടിലാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെഡ് എർത്ത് കബിനി റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ മൈസൂരിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്. മക്കളൊക്കെ ഓൾറെഡി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ പാക്കിംഗ് ഒക്കെ ഓൾറെഡി ഇന്നലെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ സ്കിൻ കെയറിൻ്റെ ഐറ്റംസ് അടക്കം എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്തത് തുറന്നിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം ഇടുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു 7:30 ആയപ്പോഴേക്ക് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ സുജിനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വീട്ടിൽ വന്നപ്പോൾ പിന്നെ സുജി വീണ്ടും സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറി ഞങ്ങൾ മൂന്നാളിത് അവിടെ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. ഞാൻ വണ്ടിയിലെല്ലാം പാക്ക് ചെയ്തൊക്കെ സെറ്റാക്കി കയറ്റി ഒക്കെ വെയിറ്റ് ചെയ്യാം കേട്ടോ സുജിനെ. പിന്നെ ഒരു 8 o'clock കഴിഞ്ഞിട്ടുണ്ട് സുജിന് അവരൊക്കെ പോയപ്പോൾ. പിന്നെ ഞങ്ങൾ വേഗം സമയം കളയാണ്ട് ഇറങ്ങി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഞാനൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ കഴിക്കുകയാണ്. അവർ ഒക്കെ പൊറാട്ട, പത്തിരി, പിന്നെ ഞാനൊരു നൂലപ്പം ആണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരും കൂടി വെയിറ്റ് ചെയ്യാണ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നു. അപ്പോൾ എൻ്റെ ചെറിയ മോന് അവരുടെ കാറിൽ കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. അവനാണ് ഞങ്ങളെ വണ്ടിയിൽ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു എപ്പോഴും ഒരു ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ പെട്ടെന്ന് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് മിസ്സായപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കഴിച്ചിറങ്ങിയപ്പോൾ അവിടുന്ന് സേമിയട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ സുജിക്ക് ഇങ്ങനെ ഒറ്റക്കൈ കൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ ഞാനും ഒക്കെ വായിൽ വെച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഇതാണ് സ്ഥിരം എൻ്റെ സൈഡിൽ നിന്നുള്ള പണി ഇതാണ് കേട്ടോ. വഴി ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യുക, വഴി പറഞ്ഞു കൊടുക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് വായിൽ വെച്ച് കഴിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് സൈഡിൽ ഇരുന്നിട്ട് എൻ്റെ പണി. പിന്നെ ബാക്കിൽ എൻ്റെ മൂത്ത മോൻ ഇതാ വ്ളോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ജിമ്പലൊക്കെ എടുത്തിട്ട് അതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്ന് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച് അവൻ വ്ളോഗ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ വയനാട് ചുരം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ ഞങ്ങൾ. ഭയങ്കര രസമാണല്ലോ, നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര കോട ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ചുരത്തിലെത്തുമ്പോഴുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും എല്ലാം കടന്ന് അടിപൊളി ആയിട്ട് ഇങ്ങനെ പോവാണ്. പിന്നെ ചുരം കയറി മുകളിലെത്തിയപ്പോൾ പിന്നെ ഡീസൽ അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ അവരുടെ വണ്ടി ഞങ്ങൾ പിന്നാലെ വന്നിട്ടുണ്ട്. അപ്പോൾ മോനെ കുറേ വിളിച്ചു കേട്ടോ, വാടാ അതിൽ കയറടാ, വാ എന്ന് പറഞ്ഞിട്ട് അവന് യാതൊരു മൈൻഡും ഉണ്ടായിരുന്നില്ല. അവരെ വണ്ടി തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ചിപ്സൊക്കെ ഞങ്ങൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂരേക്കാണ് പോണത്. അപ്പോൾ ഏട്ടൻ്റെ വീടുണ്ട് ബാംഗ്ലൂർ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ കൂടി വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി വാങ്ങിയ ചിപ്സും കാര്യങ്ങളൊക്കെ ഞങ്ങളും പൊട്ടിച്ച് സൈഡിൽ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2:10 റിസോർട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് 3:30 മണി, ഏകദേശം 3:30 മണിക്കാണ് ഞങ്ങൾ അവിടെ ഒരു സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോറസ്റ്റിലൂടെയുള്ള ഒരു ഡ്രൈവ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ടൈഗറിന് എന്തെങ്കിലുമൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോണത്. പിന്നെ വഴിയിൽ 2 ചെറിയ മക്കൾ നെല്ലിക്കൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു 4 കെട്ടും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞങ്ങൾ വാങ്ങി കേട്ടോ. പിന്നെ മക്കൾ 2 ആൾ 2 കാറിലായിട്ട് മുകളിൽ സൺറൂഫ് തുറന്ന് ഇരിക്കുകയാണ്. ഞാനിതാ മിററിലൂടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കേട്ടോ. അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പോവുകയാണ്. ഒരു ഏറുമാടൊക്കെ കെട്ടിയത് കണ്ടു, നല്ല രസമല്ലേ, നമ്മളെപ്പോഴും കാണാത്ത കാഴ്ചകളല്ലേ. അങ്ങനെ കുറേ മാനിനെ കണ്ടു. പിന്നെ ഒരു വൈൽഡ് ബോർ, ഒരു കാട്ടുപന്നി ഉണ്ടായിരുന്നു, ഒക്കെ കണ്ടു. പിന്നെ അടുത്തായിട്ട്
അടുത്ത് ഒരു ആനനെ കണ്ടു കേട്ടോ. ഭയങ്കര എന്തോ നല്ല മൂടായെന്ന് തോന്നുന്നു, ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അതൊക്കെ അങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ നല്ല അടിപൊളി സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തതാ ഞങ്ങൾ റിസോർട്ട് എത്തിയിട്ടുണ്ട്. കാടിൻ്റെ നടുക്കുള്ള ഒരു റിസോർട്ട് പോലെയാണ് കേട്ടോ. അപ്പോൾ റിസോർട്ടിൻ്റെ ഉള്ളിലും നിറയെ ചെടികളും ഒരു കാട് പോലെ തന്നെയാണ് കേട്ടോ. നല്ലൊരു വൈബായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ എത്തിയിട്ട് നേരെ റൂമിലേക്കൊന്നും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ലഗേജൊക്കെ അവിടെ ഇറക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഇവിടെ അത്യാവശ്യം നല്ല മെനു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പ്, ചിക്കൻ കറി, ചിക്കൻ 65, പിന്നെ വെജിറ്റേറിയൻ വേറെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡെസേർട്ടിൻ്റെ ഐറ്റവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല നല്ല ഫുഡ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം എടുത്തത് ഒരു ചിക്കൻ ക്ലിയർ സൂപ്പ് ആയിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ശേഷം ഞാൻ ഇച്ചിരി റൈസും അതായതൊക്കെ ചിക്കനും ലീഫിൻ്റെ ഒരു ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവൻ പിന്നെ ബ്രെഡിൻ്റെ എന്തൊക്കെയൊക്കെ ഐറ്റംസും ചിക്കൻ സൂപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മോനും അങ്ങനെ റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ, ചെറിയ മോന്. പിന്നെ അതിന് ശേഷം ഞാൻ ഡെസേർട്ടൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ സഫാരിക്ക് വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് കേട്ടോ ഞങ്ങൾ യാത്ര ചെയ്ത സഫാരി ജീപ്പ്. അപ്പോൾ ഞങ്ങളെ കൂടാതെ വേറെ 1-2 ഫാമിലീസും അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണ് അതിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. കാടിൻ്റെ ഉള്ളിൽ കൂടെ തുറന്ന ഒരു വണ്ടിയിൽ പോവല്ലേ. അപ്പോൾ ടൈഗറിനൊക്കെ കാണുന്നുള്ള ഒരു വിശ്വാസത്തിൽ ആ ഒരു ലക്കിലൊക്കെയാണ് പോയത്. കുറേ മാനിനെയും മങ്കീസിനെയും പിന്നെ സാമ്പാ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രത്യേക തരം ഡിയർ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടു. പിന്നെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കുറേ ദൂരങ്ങളിൽ ഞങ്ങൾക്ക് അത്ര ലക്കുണ്ടായിരുന്നില്ല കേട്ടോ. ആനൻ്റെ കൂട്ടൊക്കെ കണ്ടെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച ടൈഗറിനൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഇതിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. മാനിനെ കൊണ്ടൊന്നും തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ, അത്രയും മാനായിരുന്നു. പിന്നെ ടൈഗറിൻ്റെ കാലിൻ്റെ അടയാളം കണ്ടു കേട്ടോ. ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് ടൈഗർ അതിലൂടെ പോയിണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അത്ര ഭാഗ്യം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടീൻ്റെ സ്ഥലത്തേക്ക് തന്നെ എത്തി. ഞങ്ങൾ റിസോർട്ടിൽ പോവാണ് കേട്ടോ. റിസോർട്ടിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ പറ്റിയ ഒരു നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ. നല്ലൊരു റിഫ്രഷിങ് ഫീൽ ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പം. അവിടുന്ന് ഞങ്ങൾ കട്ടൻ കാപ്പിയാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെയുള്ള വ്യൂ ഒക്കെ കണ്ടു. അപ്പുറത്ത് നല്ല കബനി ലേക്കാണ് കേട്ടോ ആ കാണുന്നത്, അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കളിതാ കാപ്പിയൊക്കെ നല്ല ഇളക്കി ചൂടാറ്റി ഒക്കെ കുടിക്കുകയാണ്. അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തിന് ഒരു 6:30-7 മണിയൊക്കെ ആവുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എത്തിയപ്പോൾ നേരെ റൂമിലേക്ക് എത്തി. ഞങ്ങൾ ലഗേജൊക്കെ ഓൾറെഡി ഞങ്ങളെ റൂമിൽ അവർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അതൊന്നും ഒരു പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് റൂമിലൊക്കെ ഓൾറെഡി സെറ്റായതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ റൂമിൽ തന്നെ ആദ്യം തന്നെ ഒരു ജക്കൂസ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും ഞങ്ങൾ കുളിച്ചിട്ടോ ഇതാക്കിയിട്ടോ ഒന്നും ഇല്ല. അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിലൊക്കെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഉള്ളിൽ നിന്നേ തുറക്കാൻ പറ്റുള്ളൂ. അത് ബാത്റൂമിലേക്കുള്ള ഒരു ഡോറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് റൂം. അടിപൊളി റൂമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ടി വിയും അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പിന്നെ ഇതാ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ എന്ന് പറയാം, ഒരു ബാൽക്കണി രീതിയിലാണ് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് വന്നത്. പക്ഷേ ഒരു സിറ്റ് ഔട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ പോയിരുന്ന പുറത്തേക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓവറൊന്നും അവിടെ ഇരുന്നിട്ടില്ല, പക്ഷേ രാത്രിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ബാത്റൂം. നല്ല വിശാലമായ ഒരു ബാത്റൂമായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ വന്ന പാടെ കൈയും കാലും മുഖം കേട്ട് വിശക്കുണ്ടേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു മക്കളെ ഒന്ന് കുളിച്ചിട്ട് പോയിട്ട് ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ ഞാനും മക്കളെ എല്ലാം ഒന്ന് കുളിച്ച് ഫ്രഷായി നല്ല
ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പോൾ രാത്രി ആയപ്പോൾ കുളിച്ച് മറ്റിപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. മക്കളിതാ അവിടെ കുളിച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ഉള്ള അവരെ പോയി വിളിക്കാൻ പോയത്. അപ്പുറത്ത് തന്നെയാണ് അവരുടെ റൂം കേട്ടോ. അവിടുന്ന് മക്കൾ അവിടെ പോയി വിളിച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ പോയതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്ന് കുറേ അത്യാവശ്യം നല്ല മെനു ഉണ്ടായിരുന്നു. മക്കളൊക്കെ നൂഡിൽസ് അങ്ങനത്തതൊക്കെയാണ് കഴിച്ചത്. ഞാൻ ഇച്ചിരി ബിരിയാണി പോലത്തെ റൈസ് എടുത്ത് കഴിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അവിടെ നല്ല ലൈവായിട്ട് നല്ല വെള്ളപ്പും ഒക്കെ ഉണ്ടാക്കണുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി അത് ഒന്ന് എടുത്തിട്ട് ഇച്ചിരി ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു, അതും കൂടി കൂട്ടി കഴിച്ചു. പിന്നെ അവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ റൂമിലോട്ട് തന്നെ മടങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവർ റൂമിലേക്ക് മടങ്ങി. പിന്നെ ഇത് പിറ്റേന്ന് രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ വീണ്ടും 5 മണിയായപ്പോൾ എഴുന്നേറ്റ് വീണ്ടും സഫാരിയിലേക്ക് തന്നെ സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോവാണ്. ഇന്നെങ്കിലും ടൈഗറിനെ കാണും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ. ഒക്കെ ഒരു വിശ്വാസമല്ലേ, അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റ് നേരെ മുഖത്തേക്ക് അടിക്കുമ്പോൾ പെട്ടെന്ന് കോൾഡ് വരാനും ഒക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ മാസ്കൊക്കെയാണ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എന്താ പറയുക, സൂര്യൻ ഉദിച്ച് വരുന്ന ടൈമായിരുന്നു. അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പും ഒരു പ്രത്യേക ഫീലായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ അവിടെ ബൈസനെ കണ്ടിട്ടുണ്ടായിരുന്നു. കാട്ടി എന്നല്ലേ പറയാം. അപ്പോൾ ബൈസനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ബൈസൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടിപൊളിയായിട്ട് അത് കണ്ടു. പിന്നെ മാന്, സ്ഥിരം ഐറ്റംസ്, മാന്, മയിൽ, കുരങ്ങൻ, അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങൾ കണ്ടു. പിന്നെ ഇതാ ഉദിച്ച് വരുന്ന ആ ഒരു ലേക്കിൽ ഒരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ടൈഗർ കുറച്ച് അപ്പുറത്ത് പാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രൈവർക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്പീഡാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയെങ്കിലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അത്ര ലക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും സ്ഥിരം കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ കണ്ടത്. ഇത് മോങ്കോസ് കീരിയാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു. പിന്നെ ഞങ്ങൾ ഇച്ചിരി ശർക്കര ഉപ്പേരി, ചിപ്സ് അങ്ങനത്തെ ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ഇനി എങ്ങാനും വിശക്കുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചു. നേരെ റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ അതിന് ഒരു 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നേരെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിതാ ഇഡ്ഡലിയും ചട്നി പിന്നെ കുറച്ച് സോർട്ടഡ് വെജിറ്റബിൾസും ആണ് കേട്ടോ ഞാൻ കഴിച്ചത്. മക്കളും ദോശ അങ്ങനെയൊക്കെ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ റിസോർട്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നല്ല അടിപൊളി റിസോർട്ട് തന്നെയാണ് കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നടന്നു. ഇതൊക്കെ നോക്കി കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഈ റിസോർട്ടിൽ തന്നെ ഒരു ബോട്ട് യാത്രയൊക്കെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ അത് ചെയ്യാം. ഞങ്ങൾ പിന്നെ അതൊന്നും ചെയ്തില്ല. അതിനൊന്നും വലിയൊരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉച്ചയാകും, ഒരു 11 മണിക്കോ അങ്ങനെ എന്തോ ആണ്. പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങാനുള്ള തിരിച്ചു പോകാമെന്നുള്ള ഇതായിരുന്നു. അപ്പോൾ കുറേ വീഡിയോ ഒക്കെ എടുത്തു. അടിപൊളിയായിരുന്നു. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രണ്ടാളും ഹസ്ബൻഡൊക്കെ അവിടെ ഇരുന്നിട്ട് ഭയങ്കര എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ നടന്ന് എല്ലാവരും വീഡിയോ എടുത്ത് ഇതാ മക്കൾക്ക് ട്രാംബിളിനിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയി ഇവർ ഓടി കളിക്കുക. ഇതിൻ്റെ സൈഡിലൊന്നും നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അധികം അവരെ കളിക്കാൻ സമ്മതിച്ചില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം കുളിച്ച് മാറ്റി ഇറങ്ങി ഞങ്ങൾ ബാംഗ്ലൂരേക്ക് യാത്രയായി. അവർ തിരിച്ച് വീട്ടിലേക്കും പോയി കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ എത്തിയുള്ള വിശേഷങ്ങൾ ഉള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.